വെൽക്കം ബാക്ക് ടു കക്ക കൊണ്ടുള്ള ഒരു നൈസ് ആയിട്ടുള്ള ഒരു ഫ്രൈ ആണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ അത് ഉണ്ടാക്കാൻ എളുപ്പമാണ്, പക്ഷെ കഴിക്കാനാണെങ്കിൽ അതിലും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. അത്രയും സൂപ്പർ ആയിട്ട് നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ. അപ്പൊ നമുക്ക് വേഗം അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പൊ ഞാൻ എടുത്തേക്കുന്നത് അര കിലോ കക്കയാണ് എടുത്തേക്കുന്നത്. അത് നല്ല പോലെ കഴുകി അതിന്റെ കാട്ടൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയാക്കിയിട്ടാണ് കേട്ടോ ഞാൻ എടുത്തു വെച്ചേക്കുന്നത്. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് പകർത്താം കേട്ടോ. അപ്പൊ ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റിയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടികളൊക്കെ ചേർക്കണം. അപ്പൊ നമ്മളിത് ഫ്രൈ പോലെ ഉണ്ടാക്കാനായിട്ടാണ്. അപ്പൊ സാധാ ഫ്രൈ എന്ന് പറയുമ്പോ എങ്ങനെയാന്ന് അറിയാലോ. അപ്പൊ അതിന് ഇത്തിരി ഡിഫറെന്റ് ആയിട്ടാണ് ചെയ്തിട്ടുണ്ട്. ഇത്തിരി ഉപ്പ്, കുറച്ച് മഞ്ഞപ്പൊടി, പിന്നെ കുറച്ച് മുളക് പൊടി, കുറച്ച് നല്ല ഇത്തിരി അധികം മുളക് പൊടി ഇട്ടോളൂ കേട്ടോ. പിന്നെ വേപ്പിലിടുക, അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇടാം കേട്ടോ. ഇതെല്ലാം കൂടി ഇട്ടിട്ട് നല്ല പോലെ ഒരു സ്പൂൺ വെച്ച് ഇളക്കിയെടുക്കുക. കൈ കൊണ്ട് ഇളക്കണ്ട, വേറൊന്നും കൊണ്ടല്ല, കൈ പൊള്ളാൻ ചാൻസ് ഉണ്ട്. മുളകൊക്കെ അല്ലേ, അപ്പൊ എരിവുള്ള മുളകൊക്കെയാണ് പ്രശ്നമാണ്. അപ്പൊ ഇതൊന്ന് സ്പൂൺ കൊണ്ട് ഞാനിപ്പോ ജസ്റ്റ് ഒന്ന് ഇളക്കി എടുക്കുന്നതന്നെ ഉള്ളൂ കേട്ടോ. അത് നിർബന്ധമൊന്നും ഇല്ല സ്പൂൺ കൊണ്ട് തന്നെ ചെയ്യുന്നത്, കൈ കൊണ്ട് തന്നെ എടുക്കുക. ഞാൻ ഇനി ചെയ്യുമ്പോൾ എന്നാലും കൈ കൊണ്ട് തന്നെ ഞാൻ വാരി എടുക്കുള്ളൂ. അപ്പൊ ഇതിപ്പോ ജസ്റ്റ് ഒന്ന് ആദ്യത്തെ ഒരു ഇതിൽ ചെയ്യുന്നുള്ളൂ. അപ്പൊ കൈ കൊണ്ട് തന്നെ വാരി ഞാൻ പാനിലേക്ക് ഇടുവാണ്. അപ്പൊ ഇത് മൊത്തത്തിൽ തന്നെ പാനിലേക്ക് ഇട്ടോളൂ കേട്ടോ. എന്നിട്ട് വേണം നമുക്ക് ഇതൊന്ന് വേവിച്ചിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ആക്കാനായിട്ട്. അപ്പൊ ഞാൻ ഇത് മൊത്തം ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് കുറച്ചു നേരം അടച്ചു വെച്ച് വേവിക്കുകയാണ് വേണ്ടത്. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇത് അടച്ചു വെച്ച് ഒരു 5-10 മിനിറ്റ് ഒന്ന് വേവിക്കുക. ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുകയും ചെയ്തോളൂ കേട്ടോ, തുറന്നിട്ട് അങ്ങനെ ഇളക്കി കൊടുക്കുക. അങ്ങനെ ഒന്ന് വെന്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഇത് നമുക്ക് നല്ല പോലെ ഒന്ന് മുരിച്ചെടുക്കാൻ പാടുള്ളൂ. അപ്പൊ അത് ഞാൻ പതുക്കെ കുറച്ച് വെളിച്ചെണ്ണയ്ക്ക് ഇടയ്ക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ടല്ലോ, ഓയിലൊക്കെ ഇടയ്ക്ക് ഒഴിച്ചു കൊടുത്ത് നല്ല ഫ്രൈ പോലെ ആക്കിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഇതും കൊണ്ടും കഴിഞ്ഞിട്ടില്ല, ഇനിയും ചെയ്യാനുണ്ട്. അപ്പൊ ഒരു വേറെ ചീനിച്ചട്ടി എടുത്തിട്ട് ഇതിലേക്ക് ഓയിൽ ഒഴിച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും പിന്നെ 2-3 കഷ്ണം പച്ചമുളകും കുറച്ച് വേപ്പിലയും കൂടി ഇട്ട് ഒന്ന് വഴറ്റുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 10-15 ഉള്ളിയോളം നൈസായിട്ട് അരിഞ്ഞത് ഇടുന്നുണ്ട് കേട്ടോ. ഇത് നല്ല പോലെ ഉപ്പിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഒരു തുണ്ട് ഉപ്പ് ഇടുന്നുള്ളൂ, നേരത്തെ അത്യാവശ്യം ഉപ്പുള്ളത് കൊണ്ട് നമ്മൾ കുറച്ച് ഉപ്പ് ഇതിലിടുന്നുള്ളൂ കേട്ടോ. എന്നിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കണം, നല്ല പോലെ വഴന്നോട്ടെ കേട്ടോ. അപ്പൊ ഞാൻ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. ഇനി ഇതിലേക്ക് കുറച്ച് പൊടികളും കൂടി നമുക്ക് ചേർക്കാനുണ്ട്. അപ്പൊ നല്ലപോലെ ഒന്ന് വഴന്നു വന്നു തോന്നിക്കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് ഗരം മസാല ഒരു സ്പൂൺ ഇടുക കേട്ടോ. പിന്നെ ഇടുന്നത് കുരുമുളക് പൊടിയാണ്. കുരുമുളക് പൊടി മറ്റേൽ ഇട്ടത് കൊണ്ട് ഇതിൽ കുറച്ചിട്ടാൽ മതി. അപ്പൊ അതും കൂടി ഇട്ടിട്ട് ഇതിന്റെ പച്ചമണമൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരുന്ന ആ ഒരു കക്ക ഫ്രൈ ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർക്കുക കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടി ഇതിലേക്ക് ചേർത്ത് നല്ല പോലെ മിക്സ് ചെയ്ത് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുകയാണ് വേണ്ടത്. കാരണം ഓൾറെഡി നമ്മൾ ഫ്രൈ ചെയ്തതാണ്. ഇതിലേക്ക് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഫുള്ളായിട്ടൊരു ഒരു നല്ല പോലെ ഒരു ഫ്രൈ ലെവൽ വേണം. വഴറ്റല്ല, നല്ല ഒരു ഫ്രൈ പോലെ തന്നെ വരണം കേട്ടോ. നല്ല സൂപ്പർ ആയിട്ട് സംഭവം കിട്ടിയിട്ടുണ്ട്. എല്ലാം കൂടി വന്നപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ്, ഉള്ളിയും കൂടി ഇട്ടപ്പോൾ അതിലും ടേസ്റ്റ് തന്നെയായി. അപ്പൊ ഇത് ചോറിന്റെ കൂടെ കഴിക്കാൻ പറ്റും നല്ല അടിപൊളി ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ. ഇതിപ്പോ ഉച്ചയൂണെന്നുള്ളത് നമുക്ക് ലഞ്ച് ടൈമിലായാലും കഴിക്കാൻ പറ്റും നല്ല സൂപ്പർ സാധനം. അത് കുട്ടികൾക്കും കഴിക്കാൻ പറ്റും കേട്ടോ. എരിവുണ്ടെങ്കിലും കഴിക്കാൻ അവർക്ക് ഒരുപാട് ഇഷ്ടാവും. അത്രയും ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കക്ക കൊണ്ടുള്ള ഒരു ഫ്രൈ ആണ് കേട്ടോ. അപ്പൊ ഇത് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. അത്രയും ടേസ്റ്റ് ആണ്. അപ്പൊ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ.